കവിത ജ്വല്ലറിയുടെ ചെറായിയിലെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു. നാനാതുറകളിലുള്ള നൂറുകണക്കിനാളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒരേ സമയം ഇന്നും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതികളായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതി തുടങ്ങിയത്? ഞങ്ങൾക്ക് ഇല്ലാത്തത് ഉണ്ടാക്കാനുണ്ട്. ബാങ്കിൽ നിന്ന് കിട്ടാത്തത് പണം ഞങ്ങൾ സംഭവിച്ചു. എവിടെ നിന്ന്? ഞങ്ങളുടെ വിശ്വാസത കൊടുത്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അത് നേടിയെടുത്തു. തീർച്ചയായിട്ടും ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ആണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് വേണമെങ്കിൽ എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു സ്ഥാപനം ഈ ചെറായി പോലെയുള്ള ഈ സ്ഥലത്ത് നിനക്ക് തുടങ്ങാൻ എന്താണ് എന്റെ കാര്യം ഉണ്ടാകുന്നത്? പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും നല്ല അഭിമാനമുണ്ട്. കാരണം ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്റെ സ്ഥാപനത്തില് ആ കടയിൽ ഞാൻ എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് ആ കടയിൽ ചെറിയ കടയാണത്. ആ കടയിൽ മൂലയിൽ വെക്കുകയുള്ളൂ സ്റ്റോക്ക്. മൂലയിൽ വെക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട്. എനിക്കത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അതൊന്ന് നിറച്ചിടാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു ഷോപ്പില് നിറയെ സ്വർണം ഇടാനായിട്ടുള്ള ആഗ്രഹം. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയാക്കി മാറ്റാൻ, അറിയപ്പെടുന്ന ബിസിനസ്സിലാക്കി മാറാൻ അന്ന് ഉണ്ടായ വലിയ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എനിക്ക് ഞാനൊരു നെഗറ്റീവായി പറഞ്ഞില്ല. ഞാൻ ആഗ്രഹിച്ച ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച വഴി കൂടെ എനിക്ക് ഇതുവരെയായിട്ട് പോകാനായിട്ട് പറ്റില്ല. പക്ഷെ എനിക്ക് വിധിച്ച വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം, നല്ലൊരു മര്യാദക്കാരനാണ്, വിനയമുള്ളവനാണ്. ആ രീതിയിലാണ് ഈ നാട്ടുകാർ ഈ വർഗീസിനെ സ്നേഹിച്ചതും അദ്ദേഹവുമായി അടുത്തത്. വർഷമാണ് വർഗീസിന്റെ കൊച്ചു കോഴിന്റെ അകലം മാത്രമേ ഉള്ളൂ. കുടുംബമായിട്ട് കുഴിപ്പുഴിയും പറയുന്ന അന്യപ്പെട്ട് കിടക്കുന്ന കാര്യം. ഞങ്ങൾ അയൽക്കാരായി ജനിച്ചു വളർന്നവരാണ് ഞങ്ങൾ എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. അഞ്ചെത്തി അവരുടെ വളർച്ച സ്ഥാപനം എങ്ങനെ ജനങ്ങളെയും മാതൃകാപരമായി നടത്താൻ കഴിയുമെന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് അത് തന്നെ. ഒരുപാട് സന്തോഷമാണ് നിങ്ങളെ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ അതിന് ചെയ്ത് ഒരുവൻ യാത്ര പുറപ്പെടുന്നതിനും ഇടയാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെ ഇതിൽ ജോലി ചെയ്യുന്നവരെ സമർത്ഥമായി നിശ്ചയിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിലും സാമ്പത്തിക ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.